Hi everyone, welcome to English class. We completed the first part of English. Today we start the second part. In this, the first unit is man and media. Man means human being, മനുഷ്യനാണ് ഉദ്ദേശിക്കുന്നത്. മീഡിയ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. മീഡിയ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ. Now look at the picture. What do you see in this picture? Can you describe the symbols and images or say what each one represents? You can see this picture on page number 80. There is a pigeon, earliest means of sending messages. Then what? Computers, modern electronic media, etc. Here, different images are logically linked to show the evolution of mass media through various decades. What do you mean by that? ഡിഫറെൻറ്റ് ഇമേജസ് പലതരം വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോജിക്കലി ലിങ്ക്ഡ്, അത് ലോജിക്കലി യുക്തിപരമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എന്ത് കാണിക്കാൻ? ടു ഷോ ദി ഇവല്യൂഷൻ മീൻസ് ചേഞ്ചസ് ആണ്, പരിണാമം, മാറ്റമാണ്. എന്തിൻ്റെ മാറ്റമാണ്? മാസ് മീഡിയയുടെ എങ്ങനെ പല കാലങ്ങളിലായിട്ടുള്ള വ്യത്യസ്തങ്ങളായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. എന്തിൻ്റെയാണ്? മീഡിയ, മാധ്യമങ്ങളുടെ വ്യത്യസ്തത, അതിൻ്റെ പരിണാമഘട്ടങ്ങളാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. അതായത് ദിസ് യൂണിറ്റ് ഈസ് അബൌട്ട് ഹൗ ദ മീഡിയ ഇവോൾവ്ഡ് ആൻഡ് ഡെവലപ്ഡ് ഓവർ ദ ഇയേഴ്സ് ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ആൻഡ് ഹെൽപ്സ് മാൻ ഇൻ ഓൾ വർക്ക്സ് ഓഫ് ലൈഫ്. അതായത് ഈ യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ മീഡിയ എങ്ങനെ മാറി മാറി, അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമത്തിൻ്റെ ആ തുടക്കവും അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു, എങ്ങനെ വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതെങ്ങനെ ഇൻഫ്ലുവൻസ്, അതായത് നമ്മൾ സ്വാധീനിച്ചു, അതുപോലെ മനുഷ്യനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു, മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലും ഇത് സ്വാധീനിച്ചതിനെയും സഹായിച്ചതിനെയും പറ്റിയാണ് ഈ യൂണിറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, നൗ ഷാൽ വി റീഡ്? 3 questions are there. What do these pictures tell us about? ഞാനത് പറഞ്ഞു, എന്താണ് ചിത്രങ്ങൾ കാണിക്കുന്നത്? The evolution of mass media through various decades. Second question, do you remember stories in which birds and animals carried messages? അറിയാമല്ലോ, അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കഥകൾ കേട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ മെസ്സേജസ് ക്യാരി ചെയ്ത കഥകൾ. തേർഡ് വൺ, ഹൗ ആർ മെസ്സേജസ് കൺവേഡ് നൗ ഡേയ്സ്? ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് മെസ്സേജസ് കൺവേ ചെയ്യുന്നതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. വി യൂസ് മൊബൈൽ ഫോൺസ്. ദെൻ വേറെ ഒരുപാട് മാധ്യമങ്ങൾ, കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്, ഇമെയിൽ. ഓക്കെ, ഹിയർ ഇസ് എ പാസേജ് ദാറ്റ് ഷോസ് ദി ഇവല്യൂഷൻ ഓഫ് മെസ്സേജസ്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്. നൗ ഡേയ്സ് വെൻ വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്, we either email a person or send an SMS. SMS means short message service ആണ്, എൻ്റെ ഷോർട്ട് ഫോമാണ് SMS. Everything happens by the clicking of a mouse or the pressing of a few buttons. അറിയാം, ചെറിയ മൗസ് അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ കമ്പ്യൂട്ടറിൻ്റെ. അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടൺസ് ഞെക്കുക. അപ്പോൾ തന്നെ എന്താണ്, നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിയുകയാണ്. ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ നിയർ പാസ്റ്റ്. അടുത്ത കാലം വരെ അങ്ങനെയല്ലായിരുന്നു. മോസ്റ്റ് പീപ്പിൾ റോട്ട് ലെറ്റേഴ്സ്, പുട്ട് ദം ഇൻ ആൻ എൻവലപ്പ്, ഗോട്ട് ദം സ്റ്റാമ്പ്ഡ്. അതായത് കൂടുതൽ ആൾക്കാരും കത്തൊക്കെ എഴുതി എൻവലപ്പ് കവറിലിട്ടിട്ട് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ട് ലെറ്റർ ബോക്സിൽ ഇടുകയായിരുന്നു. ഡ്രോപ്പ് ദം ഇൻ എ പോസ്റ്റ് ബോക്സ് ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ടു ഹിയർ ഫ്രം ദി അതർ പേഴ്സൺ. നമ്മൾ അയക്കുന്ന ആളുടെ ഇന്ന് മറുപടി റിപ്ലൈ കിട്ടാനായിട്ട് നമ്മൾ പേഷ്യൻ്റ്, അതായത് ക്ഷമയോ കാത്തിരിക്കുമായിരുന്നു. ആ ഒരു കാലം ഇപ്പോൾ ആവശ്യമില്ല. അത് അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. വേ ബാക്ക് ഇൻ ദി 1850s, ലെറ്റേഴ്സ് വെൻ്റ് ഓൺ ഹോഴ്സ് ബാക്ക് ഫ്രം ദി ഈസ്റ്റ് ടു ദ വെസ്റ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് കുതിരപ്പുറത്തായിരുന്നു മെസ്സേജസ് കൊണ്ടുവരുന്നത്. ഇവിടെ 1850, അതായത് 1850 കാര്യമാണ് ഈ പറയുന്നത്. One freight company decided to speed things up by hiring 80 men to take the mail to the west on horseback. മെയിൽ ഒരു കമ്പനി, ഫ്രൈറ്റ് കമ്പനി എന്ത് ചെയ്തു? 80 ആളുകളെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു.
ഫ്രൈറ്റ് എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ അല്ലെങ്കിൽ മെയിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന കമ്പനിയാണ്. അതായത് നമുക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, അതാണ് ഫ്രൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ 1860 ദ പോണി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു കമ്പനി എന്ത് ചെയ്തു? വാസ് ഫോംഡ്. അങ്ങനൊരു കമ്പനി ഫോം ചെയ്തു. പോണി മീൻസ് സ്മോൾ ഹോഴ്സാണ്, ചെറിയ കുതിരയാണ് പോണി എന്ന് പറയാം. ദ റൈഡേഴ്സ് ഫോർ ദ പോണി എക്സ്പ്രസ് വെർ chosen for their light weight as well as their riding ability. പോണി എക്സ്പ്രസ്സിൽ ആൾക്കാരെ തിരഞ്ഞെടുത്തിരുന്നത് എങ്ങനെയാണ്? കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതാണ് ഈ ക്യാരി ചെയ്യുക മെസ്സേജസ്, അങ്ങനെ മെയിൽ ക്യാരി ചെയ്യുന്നവരെ എങ്ങനെ തിരഞ്ഞെടുത്തിരുന്നത്? അവർ ലൈറ്റ് വെയ്റ്റ്, ഭാരം കുറഞ്ഞവരായിരിക്കണം, അതുപോലെ അവരുടെ കുതിര ഓടിക്കാനുള്ള കഴിവും. സാധാരണ 1860 തുടങ്ങുന്നത്. അപ്പോൾ തന്നെ 11 വയസ്സുള്ള കുട്ടി വരെ, ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി വരെ ഇവരെ ഈ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സാധാരണ 14 to 20 ഏജ് ഉള്ളവരെയാണ്, അതിലിടയിലുള്ളവരെയാണ് സാധാരണ അവർ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ റീഡിങ്. മോസ്റ്റ് ഓഫ് ദം were young boys. The route they undertook was rugged one. റഗ്ഡ് വൺ എന്ന് പറയുമ്പോൾ വളരെ മോശപ്പെട്ട, അല്ലെങ്കിൽ മെയിൻ റോഡൊന്നും അല്ലാതെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ വഴികളാണ് അവർ സെലക്ട് ചെയ്തിരുന്നത്. ഇറ്റ് വെൻ ഫ്രം സെൻറ്റ് ജോസഫ് മിസൂറി ടു സാക്രമെൻറ്റോ. മിസൂറി ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ സാക്രമെൻറ്റോ എന്ന് പറയുന്നത് കാലിഫോർണിയയുടെ ക്യാപിറ്റലാണ്. കാലിഫോർണിയ മറ്റൊരു സ്റ്റേറ്റാണ്. അവിടേക്കാണ് ഈ മെയിൽ കൊണ്ടുപോയിരുന്നത്. എ ഡിസ്റ്റൻസ് ഓഫ് ഓവർ 1800 മൈൽസ്, അതായത് 1800 മൈൽസാണ്. കിലോമീറ്റർ അല്ല, മൈൽസാണ്. കുറച്ചുകൂടെ കിലോമീറ്ററിനേക്കാൾ കൂടുതലാണ് മൈൽസ്. ഈച്ച് റൈഡർ റോഡ് ടോട്ടൽ ഓഫ് 75 മൈൽസ്. ഓരോ റൈഡറും 75 മൈൽസ് റൈഡ് ചെയ്യുന്നു. പിന്നെ എന്താണ്? ചേഞ്ചിങ് പോണീസിനെ ചേഞ്ച് ചെയ്യുന്നു അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേഷൻസ്, അതായത് വ്യത്യസ്തമായ സ്റ്റേഷൻസിൽ ചേഞ്ച് ചെയ്യുന്നു. ദ മെയിൽ വാസ് ക്യാരിയഡ് ഇൻ 4 ലെതർ ബോക്സസ്. ലെതർ ബോക്സസിലാണ് ഇത് മെയിൽ സൂക്ഷിക്കുക. വിച്ച് ആർ അറ്റാച്ച് ടു എ സ്പെഷ്യൽ സാഡിൽ ബ്ലാങ്കറ്റ്. സാഡിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സാഡിൽ എന്ന് പറഞ്ഞാൽ ഈ കുതിരയുടെ പുറത്തിടുന്ന സീറ്റാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്നായിരിക്കുന്നു, സിനിമയിലേ കണ്ടിട്ടുണ്ടാവും. കണ്ടിന്യൂ റീഡിങ്. ദ ചേഞ്ചിങ് ഓഫ് പോണീസ് വാസ് ഡൺ ഇൻ 2 minutes. 2 മിനിറ്റ് കൊണ്ട് തന്നെ പോണീസിൻ്റെ ചേഞ്ച് കഴിയും. ദ സ്പീഡ് വാസ് എ ബോണസ്. ബോണസ് എന്ന് പറയുന്നത് സ്പീഡാണ്. ബിക്കോസ് ഇറ്റ് കട്ട് the average delivery time from several weeks to about 10 days. The speed was a bonus എന്ന് പറയുന്നത് സ്പീഡാണ്. ബിക്കോസ് ഇറ്റ് കട്ട് ദി ആവറേജ് ഡെലിവറി ടൈം, അതായത് സാധാരണ ഉള്ള ഡെലിവറി ടൈം ഇത് കുറയ്ക്കുന്നു. എത്രയാണ്? സെവറൽ വീക്സ് ടു about 10 days, അതായത് ഒരുപാട് ആഴ്ച എടുക്കേണ്ടത് 10 ദിവസമാക്കിയാണ് കുറയ്ക്കുന്നത്. ദ ഫാസ്റ്റസ്റ്റ് ട്രിപ്പ് വാസ് മെയ്ഡ് ഇൻ 7 days and 17 hours. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പ് 7 ദിവസവും 17 മണിക്കൂറും എടുത്താണ് തീർത്തത്. അതായത് നിങ്ങൾക്കറിയാം 1800 മൈൽസാണ്, ഏതാണ്ട് 3000 കിലോമീറ്റേഴ്സിനടുത്ത് വരും. അറൗണ്ട് 3000 kilometers. This record was set by the rider carrying President Abraham Lincoln's first message to the US Congress. എബ്രഹാം ലിങ്കൻ്റെ എന്താണ് ഫസ്റ്റ് മെസ്സേജ് എങ്ങോട്ടുള്ളത്? US കോൺഗ്രസ് മീൻസ് ലോ മേക്കിംഗ് ബോഡി, നമ്മുടെ നിയമസഭ പാർലമെൻറ്റ് എന്ന് പറയുന്നതുള്ള ലോ മേക്കിംഗ് ബോഡിയാണ്. ഇവിടുത്തെയാണ് US കോൺഗ്രസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ പൂർ റൈഡേഴ്സ് ഹാഡ് ടു റൈഡ് ത്രൂ അൺനോൺ ടെറൈൻസ്. ടെറൈൻസ് പറഞ്ഞാൽ ലാൻഡാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അറിഞ്ഞുകൂടാത്ത ലാൻഡുകളിൽ കൂടി പാവപ്പെട്ട റൈഡേഴ്സിന് പോകേണ്ടി വന്നു, റൈഡ് ചെയ്യേണ്ടി. Some routes exposed them to attacks from Red Indians and led them through dangerous territories. അതായത് ചില റൂട്ടുകൾ എന്താണ് അവരെ വൾണറബിൾ സിറ്റുവേഷൻസിലാക്കി, വളരെ അപകടകരമായ സിറ്റുവേഷൻസ്. ഇതാണ് റെഡ് ഇന്ത്യൻസ്, അവിടുത്തെ നേറ്റീവ്സാണ്, അവർ ആക്രമിച്ചു. ഓക്കെ. Newspaper advertisements for riders listed one important requirement, often preferred. അതായത് ന്യൂസ് പേപ്പർ പരസ്യങ്ങളിൽ, അഡ്വർടൈസ്മെൻറ്റ്സിൽ റൈഡേഴ്സിനെ എങ്ങനെയാണ്
കൂടുതലും റിക്കവർ ചെയ്തതെന്ന് വെച്ചാൽ അവർ കൂടുതലും പ്രിഫർ ചെയ്തത് കൂടുതൽ സാധ്യത കൊടുത്തിരുന്നത് ഓഫൻസിനെ, അനാഥർ റൈഡേഴ്സായിട്ട് വരുന്നതിനാണ് കൂടുതൽ അവർ സാധ്യത കൊടുത്തത്. കാരണം അവരാകുമ്പോൾ മറ്റുള്ളവർക്കൊന്നും കൊടുക്കേണ്ട, എന്തെങ്കിലും സംഭവിച്ചു പോയാലും നഷ്ടപരിഹാരമൊന്നും കൊടുക്കണ്ടല്ലോ, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ദോ എക്സൈറ്റിംഗ്, ദ പോണി എക്സ്പ്രസ് വാസ് എ ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെൻറ്റ്. It lasted for only 19 months. 19 മാസമേ അതുണ്ടായിരുന്നുള്ളൂ. ബൈ ദെൻ ദർ വാസ് എ ടെലിഗ്രാഫ് ലൈൻ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്. അതെ, ടെലിഗ്രാഫ് ലൈൻ വന്നു, കമ്പിയിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മെസ്സേജ് സിസ്റ്റം വന്നു. ദിസ് വാസ് ഡെഫിനറ്റ്ലി എ ഫാസ്റ്റർ വേ ഓഫ് സെൻഡിങ് മെസ്സേജസ്. തീർച്ചയായിട്ടും അത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു മാർഗ്ഗമായിരുന്നു മെസ്സേജ് അയക്കുന്നതിനും. ബട്ട് ദി ഇൻവെൻഷൻ ഓഫ് ദ റേഡിയോ ബ്രോട്ട് എ ഗ്രേറ്റ് റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ റെവല്യൂഷണറി ഒരു ചേഞ്ച് വന്നു. എന്താണത്? വിപ്ലവകരമായ മാറ്റം. ദി ഇൻവെൻഷൻ ഓഫ് റേഡിയോയുടെ കണ്ടുപിടുത്തം, മാർക്കോണി, ഇറ്റലിക്കാരനായ മാർക്കോണിയുടെ റേഡിയോയുടെ ഇൻവെൻഷൻ ആണ്, കണ്ടുപിടുത്തമാണ് വലിയൊരു ചേഞ്ച്, റെവല്യൂഷണറി ചേഞ്ച്, വിപ്ലവകരമായ കുതിച്ചുചാട്ടം ഉണ്ടായത്. Here ends this passage. From this passage, we learned about the Pony Express. We acquainted with the Pony Express. Now, there are some questions for you to answer. Here's the first one. Everything happens by the click of a mouse or the pressing of a few buttons. What does the writer mean by this? ഈ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റിന് എന്താണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത്? എല്ലാം സംഭവിക്കുന്ന ഒരു ക്ലിക്കിലൂടെയോ അല്ലെങ്കിൽ ബട്ടൺസ് അമർത്തുന്നതിലൂടെയോ. വാട്ട് യു മീൻ ബൈ ദിസ്? കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ഫാസ്റ്റർ ആൻഡ് ഈസിയർ വിത്ത് ദി അഡ്വൻസ് ഓഫ് മോഡേൺ ഗാഡ്ജറ്റ്സ് ലൈക്ക് ദി ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺസ് എറ്റ്സെട്ര. അതായത് അത് വളരെ ഫാസ്റ്റായി, അതാണ് ആശയവിനിമയം വളരെ ഫാസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായി, അതേപോലെ എളുപ്പവുമായി. അഡ്വൻറ്റ് മീൻസ് അറൈവലാണ്, അതിൻ്റെ വരവിനോടെ എന്തിൻ്റെയാണ്? മോഡേൺ ഗാഡ്ജറ്റ്സ്. അതൊക്കെയാണത്? ലൈക്ക് ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺസ് എറ്റ്സെട്ര. ദ റൈറ്റർ മീൻസ് ദിസ്. Okay, now look at the second question. Under what circumstance was the Pony Express formed? അത് എന്തുകൊണ്ടാണ്, ഏത് സർക്കംസ്റ്റാൻസ്, ഏത് സാഹചര്യത്തിലാണ് പോണി എക്സ്പ്രസ് ഫോം ചെയ്തത്? You can find the answer from the textbook. One freight company decided to speed things up by hiring 80 men to take the mail to the west on horseback. Okay. Thus, the Pony Express was formed in 1860. Next one, list the modern ways of communication. നിങ്ങൾക്ക് അറിയാവുന്നതാണത്. ഏതൊക്കെയാണ് മോഡേൺ വേയ്സ് എന്നുള്ളത്? ഇൻ്റർനെറ്റ്. Okay, like that. Next one, in what sense was speed a bonus? സ്പീഡ് ഒരു ബോണസ് ആണെന്ന് പറയുന്നത് ഏത് സെൻസിലാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? We can find the answer from the textbook. The speed was a bonus, കണ്ടില്ലേ? Because it cut the average delivery time from several weeks to about 10 days. അത് വളരെ കുറച്ചു, ആഴ്ചകൾ നിന്നും 10 ദിവസത്തേക്ക് വരെ കുറച്ചു. Fifth question, what were the difficulties experienced by the riders? അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത റൈഡേഴ്സിന് അനുഭവിച്ച എന്താണ് ഡിഫിക്കൽട്ടീസ്, പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? What were the difficulties they faced? They had to ride through unknown terrain, land ഞാൻ പറഞ്ഞു. Some roads exposed them to attacks from Red Indians, and led them through dangerous territories. Answer is in the textbook. Next one, why was the Pony Express a short-lived experiment? ഒരു ചെറിയ കാലത്തേക്കുള്ള പരീക്ഷണമായിരുന്നു. Why? Listen the class carefully. You can answer this question. Here concludes today's class. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സംശയങ്ങളുണ്ടായി ചോദിക്കുക. അതുപോലെ തന്നെ മീനിങ്സ് എഴുതണം. ഡിക്ഷണറി നോക്കി അല്ലെങ്കിൽ ഗ്ലോസറി നോക്കി നിങ്ങൾ അൺഫെമിലിയർ വേർഡ്സിൻ്റെ മീനിങ്സ് എഴുതണം. അതുപോലെ ക്വസ്റ്റ്യനും ആൻസറും. Write them and send it to me. Okay.